Bismillahirrahmanirrahim. Assalatu wassalamu ala Rasulil Amin wa ala alihi wa sahbihi ajma'in amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuh. നമ്മളിവിടെ തിരഞ്ഞെടുത്ത വിഷയം പോലെ 1921 ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്ന ലോകത്ത് തന്നെ ഇസ്ലാമിക ലോകത്തും അല്ലെങ്കിൽ പൊതുവെ ലോകത്തു തന്നെ ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്ന ഒരു കാലവും കൂടിയാണ് 1921. ആ സാഹചര്യത്തിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ 1920-21 അതിനുശേഷവും അതിനു മുമ്പും ഇസ്ലാമിക ചലനങ്ങളെ നേരിട്ട് കണ്ടറിയുകയും ഇടപെടുകയും ചെയ്ത ഒരു ദേശം കൂടിയാണ് നമ്മുടെ സ്വന്തം മലയാള രാജ്യം, കേരളം. എങ്ങനെയാണ് 1921 ചർച്ച ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും അടക്കമുള്ള ഖിലാഫത്ത് മൂവ്മെന്റിന്റെ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ ഓർമ്മകൾ നമ്മൾ ഇന്നും സംസാരിക്കാൻ കാരണമായി തീരുന്നത് എന്നതിന്റെ ഒരു പശ്ചാത്തലവും കൂടി നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഖിലാഫത്ത്, ഉസ്മാനിയ ഖിലാഫത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ ചർച്ചയെല്ലാം തുടങ്ങുന്നത്. ലോകത്തെ മുസ്ലിങ്ങളെ, എല്ലാ മുസ്ലിങ്ങളെയും ഒരുപോലെ നിയന്ത്രിച്ചിരുന്ന ഏകദേശം 1900-ങ്ങൾക്ക് മുമ്പ് വരെ, 1800 അവസാനം വരെയെങ്കിലും, കൃത്യമായി പറഞ്ഞാൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ അവസാന കാലഘട്ടം വരെയെങ്കിലും 40% ലോകത്തെ മുസ്ലിം ലോകത്തെ കൺട്രോൾ ചെയ്തിരുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ തകർച്ച സംഭവിക്കുന്നതോടു കൂടിയാണ് ലോകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിലും, ഈ പറയുന്ന ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത്. 1909 സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ യങ് തുർക്കുകൾ സ്ഥാനഭ്രഷ്ടനാക്കുന്നതോടുകൂടി ഉസ്മാനിയ ഖിലാഫത്തിന്റെ അധികാരത്തിൽ ഖലീഫയ്ക്ക് അല്ലെങ്കിൽ സുൽത്താനിന് വ്യക്തമായ അധികാരം നഷ്ടപ്പെടുകയും പിന്നീട് പാവകളായ ആൾക്കാർ, യങ് തുർക്കുകളുടെ കീഴിലുള്ള പാവകളായ ആൾക്കാരെ നിയമിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ ചരിത്രം പിന്നീട് നീണ്ടുപോകുന്നത്. അതിനിടയിൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന ശക്തനായ ഒരു മിലിറ്ററി ജനറൽ ആ ഒരു അധികാര പദവിയിലേക്ക് വരികയും തകർന്നുകൊണ്ടിരിക്കുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ അവസാന ഘട്ടത്തിന്റെ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ അയാൾ മുസ്തഫ കമാൽ പാഷ ആ റോൾ എടുത്തണിയുകയും ബ്രിട്ടീഷുകാർക്കെതിരെ, അന്ന് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ആ ഒരു കാലഘട്ടത്തിലാണ്, ആ സമയത്ത് ബ്രിട്ടീഷുകാർ ശക്തരായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാടുന്ന മുസ്തഫ കമാൽ പാഷ 40% പ്രദേശത്തെ ഇന്ന് നിലനിൽക്കുന്ന തുർക്കിയുടെ അധികാര പ്രദേശത്തിനുള്ളിലുള്ള മുഴുവൻ പ്രദേശങ്ങളെയും സംരക്ഷിക്കുകയും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി മുസ്തഫ കമാൽ പാഷ ലോകത്തെല്ലായിടത്തും, നമ്മുടെ സ്വന്തം കേരളത്തിൽ പോലും, നമുക്ക് 1921 മുമ്പ് 1920-കളിൽ മുസ്തഫ കമാൽ പാഷയെ സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് മുസ്തഫ കമാൽ പാഷയ്ക്ക് സമ്മാനം കൊടുക്കാൻ തീരുമാനിക്കുന്ന ചർച്ചകൾ പോലും നമ്മളുടെ കേരളത്തിൽ നടന്നുവെന്ന് അന്നത്തെ ഹിദായത്ത് മാസിക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കമാൽ പാഷയെ അങ്ങനെ അവസാനം നിലനിൽക്കുന്ന ഖിലാഫത്തിന്റെ പരിധിയെ സംരക്ഷിച്ചു നിർത്തുകയും പ്രത്യേകിച്ച് തുർക്കി എന്ന് പറയുന്ന അവസാനത്തെ കേന്ദ്രം സംരക്ഷിച്ചു നിർത്തുകയും അവിടെ അധികാരിയായി മാറുകയും പിന്നീട് 1922-23-കളിൽ 22-ൽ സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഖിലാഫത്തിന്റെ ഭരണാധികാരത്തെ, രാഷ്ട്രീയാധികാരത്തെ ഇല്ലാതാക്കുകയും 1923-ൽ ഗ്രാൻഡ് അസംബ്ലിയിൽ അതിന്റെ ഖലീഫയുടെ അധികാരത്തെ നിഷ്കാസനം ചെയ്യുകയും 24-ഓടുകൂടി ഖിലാഫത്ത് എന്നതിനെ മുഴുവനായിട്ടും എടുത്തു കളയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മുടെ കേരളത്തിൽ ഈ ചർച്ച, നമ്മുടെ കേരളത്തിൽ എന്നല്ല
ലോക മുസ്ലിങ്ങൾ ഉള്ള ഭാഗത്ത്, പ്രത്യേകിച്ച് നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഈ ചർച്ച ശക്തമാവുകയും പ്രമുഖരായ മുസ്ലിം പണ്ഡിതന്മാർ, അലി സഹോദരന്മാരെ പോലെ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, അതിനെ പോലുള്ള അബുൽ കലാം ആസാദിനെ പോലുള്ള, ഡോക്ടർ അൻസാരിനെ പോലുള്ള, അജ്മൽ ഖാനെ പോലുള്ള വിവിധ മുസ്ലിം നേതൃത്വം ഈ ഒരു വിഷയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് 1920-കളിൽ തന്നെ 1919-ലാണ് യഥാർത്ഥത്തിൽ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ചർച്ച തുടങ്ങുകയും സ്ഥാപിക്കുകയും 1920-ൽ തന്നെ ആ ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് കേരളത്തിലേക്ക് വരികയും ചെയ്യുന്നു. 1920-ൽ തന്നെ കേരളത്തിൽ ഏകദേശം ഒരു 6-7 മാസങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥാപിച്ച ആ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഏകദേശം 200-ലധികം എങ്കിലും ഖിലാഫത്ത് കമ്മിറ്റികൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലവും കൂടി നമ്മൾ അലി മുസ്ലിയാറിനെ കുറിച്ചും കുഞ്ഞഹമ്മദ് ഹാജിനെ കുറിച്ചും ബാക്കിയുള്ള ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തെ കുറിച്ചും എല്ലാം സംസാരിക്കുമ്പോൾ ഈ ഒരു അന്താരാഷ്ട്ര ദേശീയ കണക്ഷൻ ഈ വിഷയത്തിലുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഖിലാഫത്ത് നേരിടുന്ന പ്രശ്നത്തിന്റെ സാഹചര്യത്തിലാണ്, ബ്രിട്ടീഷ് ഇമ്പീരിയലത്തിന്റെ സാഹചര്യത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. ഇന്ത്യ പോലുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് ഇമ്പീരിയലിസം ശക്തമായി പിടിമുറുക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ആ സംഭവവും നടക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന്റെ അതിൽ നിന്നും മോചനം ലക്ഷ്യം വെച്ചുകൊണ്ടും കൂടിയാണ് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളം പോലുള്ള ഭാഗങ്ങളിലും ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തമാവുന്നത്. അപ്പോൾ ഗാന്ധി അടക്കമുള്ള ബാക്കി പ്രമുഖരായ എല്ലാ ഇന്ത്യൻ നാഷണൽ സ്ട്രഗിളിന്റെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഡേഴ്സ് മുഴുവനും ഇന്ത്യയിൽ ഉടലെടുത്ത ഈ ഖിലാഫത്ത് മൂവ്മെന്റിനെയും ചേർത്തുകൊണ്ട് ഒരേ സമയം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അതൊരു ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായി ദേശീയ തലത്തിൽ ഉണ്ടാവുകയും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് അത് ഖിലാഫത്തിന് വേണ്ടിയിട്ടുള്ള, ആ ഖിലാഫത്ത് അവബോധം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ വിശ്വാസപരമായ, ആത്മീയമായ, രാഷ്ട്രീയപരമായ, ഇസ്ലാമികമായ ആശയത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും കൂടിയായിരുന്നു. ഈ ഒരു 2 ഡൈമെൻഷൻസ്, 2 മാനങ്ങളെയും ഒരുപോലെ നിലനിർത്താൻ ആന്റി ഇമ്പീരിയലിസ്റ്റ് സ്ട്രഗിളിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ദേശീയ തലത്തിലുള്ള നാഷണൽ സ്ട്രഗിളിനെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഈ ഖിലാഫത്തിനോടുള്ള ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന്റെ ആ മൂവ്മെന്റിനേക്കും എതിരെ ഒരുപോലെ രൂപം കൊണ്ടതാണ് ഈ പറയുന്ന നാഷണൽ സ്ട്രഗിളിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഖിലാഫത്ത് മൂവ്മെന്റ് രൂപപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഹാജിയെയും വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ആലി മുസ്ലിയാറിനെയും ചേർത്ത് വായിക്കേണ്ടത്. അതായത് ഇവിടുന്ന് നമുക്ക് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രം തുടങ്ങാം. സ്വാഭാവികമായും നമ്മളുടെ മെയിൻ പോയിന്റും നമ്മുടെ മെയിൻ ഫോക്കസും 1921 ആ ഒരു സാഹചര്യത്തിൽ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതം, അല്ലെങ്കിൽ അദ്ദേഹം 6 മാസക്കാലമെങ്കിലും മലബാർ പ്രദേശത്ത്, മലബാറിലെ പ്രത്യേകിച്ച് വള്ളുവനാട്, ഏറനാട്, കോഴിക്കോടിന്റെയും പൊന്നാനിയുടെയും ചില ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ 6 മാസത്തോളം നടത്തിയ മലയാളം നാട് എന്ന് പറയുന്ന ദേശത്തിന്റെ ചരിത്രവും ആ പോരാട്ടവുമാണല്ലോ ഈ ചർച്ചകളുടെ മുഴുവൻ മെയിൻ ഫോക്കസ്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പശ്ചാത്തലവും രൂപപ്പെടുന്നത്. സ്വാഭാവികമായും വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ, അദ്ദേഹത്തിന്റെയും ആലി മുസ്ലിയാരുടെയും ഒരേ നെല്ലിക്കുത്ത് അടക്കമുള്ള ഒരേ നാട്ടുകാരായ ഈ 2 മഹാന്മാരായ മുസ്ലിങ്ങളുടെ, കേരളീയ മുസ്ലിങ്ങളുടെ മഹാന്മാരായ നേതാക്കൾ, അവർ 2 പേർക്കും സ്വാഭാവികമായും അവരുടെ കുടുംബപരമായി തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ശക്തമായി നിലകൊണ്ട 2 പേരുടെയും കുടുംബം ഒരേപോലെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഉള്ളവരായിരുന്നു. ഹാജി വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി 1877 ജനിക്കുന്നു, 1922 ഷഹീദാവുന്നു. അതുവരെയുള്ള ചരിത്രഘട്ടങ്ങളെ നമുക്ക് ചെറുതായി ഒന്ന് വിശദീകരിക്കാം. ചക്കിപ്പറമ്പൻ മൊയ്തീൻ ഹാജി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നെല്ലിക്കുത്ത് കേന്ദ്രീകരിച്ച ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ശക്തമായി കാത്തു സൂക്ഷിച്ച ആ പണ്ഡിതന്റെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. സ്വാഭാവികമായും
ഈ കുടുംബപരമായി ജനിക്കുകയും ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം അവസാനം 1905 ഈ ബ്രിട്ടീഷ് അദ്ദേഹത്തെ പിടിച്ചടക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ തടവുപുള്ളിയായി പിടിക്കുമെന്ന ഒരു സാഹചര്യം വന്നപ്പോൾ 1905 അദ്ദേഹം മക്കയിലേക്ക് പോവുകയും 3 വർഷം അവിടെ ജീവിക്കുകയും പിന്നീട് അദ്ദേഹം തിരിച്ചു വരാൻ നെല്ലിക്കുത്ത് ഭാഗത്തേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ബ്രിട്ടീഷുകാർ തടയുകയും ചെയ്യുന്നു. അങ്ങനെ സ്വന്തം നാട്ടിൽ പോകാതെ കയറാൻ പറ്റാതെ മൊറയൂരിലേക്ക് മാറി താമസിക്കുകയും അവിടെയാണ് പിന്നീട് വാരിൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം ആക്ടിവിസം, സാമൂഹ്യ പ്രവർത്തനങ്ങളും ആന്റി ബ്രിട്ടീഷ് പ്രവർത്തനങ്ങളും ശക്തമാവുന്നതും മൊറയൂരും പിന്നീടും അത് ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ്. അവിടെ വെച്ച് അദ്ദേഹം പോത്ത് കച്ചവടക്കാരുമായിട്ടുള്ള ആ ജീവിതത്തിൽ ഇടപെടുകയും അവരുടെ കച്ചവടക്കാരും മുതലാളിമാരുമായും തൊഴിലാളിമാരുമായും ശക്തമായ ബന്ധമുണ്ടാക്കുകയും അവരിൽ തന്നെ ആന്റി ഇമ്പീരിയലിസ്റ്റ് മൂവ്മെന്റ്, ആന്റി ബ്രിട്ടീഷ് വികാരം ശക്തമാക്കാനും വാരിൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് കഴിഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ആലി മുസ്ലിയാരും സ്വാഭാവികമായും ഈ വിഷയത്തിലേക്ക് ഒരേപോലെ സാഹചര്യത്തിൽ ഉയർന്നു വരികയും അവർ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് 1920-കളിൽ കേരളത്തിൽ ഖിലാഫത്ത് മൂവ്മെന്റ് ശക്തമാവുകയും കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഇവർ പിന്നീട് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ നേതാക്കളായി മാറുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന്റെ, ബ്രിട്ടീഷ് കൊളോണിയൽ പവറിന്റെ ശക്തരായ എതിരാളികളായി മാറുന്നത് എന്ന് വെച്ചാൽ 1920 തന്നെ ആ ഒരു 20 ശേഷം 21 ഓഗസ്റ്റ് 20 തിരൂരങ്ങാടി മസ്ജിദിനെ, അതായത് മമ്പ്രം തങ്ങൾ അറ്റാക്ക് ചെയ്യുകയും 3 പേരെ ബ്രിട്ടീഷ് സൈന്യം അറസ്റ്റ് ചെയ്യുകയും അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് അറിഞ്ഞതോടുകൂടി നല്ല ശതമാനം ആൾക്കാർ ആലി മുസ്ലിയാരിന്റെയും ബാക്കിയുള്ളവരുടെയും നേതൃത്വത്തിൽ അവിടെ ഒരുമിച്ച് കൂടുകയും അവരെ മോചിപ്പിക്കുകയും ചെറിയൊരു അറ്റാക്ക് ഉണ്ടാവുകയും അവിടെയുള്ള പോലീസിനെ വകവരുത്തുകയും ചെയ്യുന്നതോടുകൂടിയാണ് ഈ സംഭവത്തിന്റെ ഓഗസ്റ്റ് 1921 ഓഗസ്റ്റോടുകൂടി ഈ സംഭവം ശക്തമാവുകയും ബ്രിട്ടീഷുകാരുടെ നേർമുഖത്ത് നിന്നുകൊണ്ട് അവരുടെ അഭിമുഖീകരിച്ചുകൊണ്ട് ആലി മുസ്ലിയാരും വാരിൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഈ പറയുന്ന ഒരു ചർച്ചയുടെ ആന്റി ഇമ്പീരിയലിസ്റ്റ് മുഖമായി രണ്ടുപേരും മാറുന്നത് ഈ സംഭവത്തോടു കൂടിയാണ്. പിന്നീട് സംഭവിക്കുന്നത് 1921 ഓഗസ്റ്റ് 25 തന്നെ ഇദ്ദേഹം ശക്തമായ സൈന്യ വിന്യാസം നടത്തുന്നു. അതായത് നല്ല ശതമാനം ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുകയും അങ്ങാടിപ്പുറം ഭാഗത്ത് വെച്ചുകൊണ്ട് ഇവർക്ക് നല്ല സൈനിക പരേഡ് പോലും നടത്തുന്നു. കാരണം വാരിൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിന്റെ ജീവിതത്തിൽ പറഞ്ഞ അദ്ദേഹം മാർഷൽ ആർട്സ് ആയിരുന്നു, നല്ല കായികാഭ്യാസിയായിരുന്നു, നല്ലൊരു ശതമാനം കലകളിലും വിവിധ കലകളിലുമെല്ലാം പ്രതിഭയായിരുന്നു അദ്ദേഹം ഒരേ സമയം തന്നെ. അതുകൊണ്ട് അദ്ദേഹം അതുകൂടാതെ നല്ലൊരു ലീഡിങ് കപ്പാസിറ്റിയും കൂടി, ലീഡിങ് ക്വാളിറ്റിയും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കീഴിൽ ആ സമയത്ത് മുസ്ലിങ്ങളെയും ജന്മിമാരുടെ പീഡനം സഹിക്കുന്ന അവിടെയുള്ള പതിതരായ ബാക്കിയുള്ള ഹിന്ദു സഹോദരന്മാരെയും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന സൈനിക പരേഡും ട്രെയിനിങ്ങും നടത്തുകയും അതിൽ പറയുന്നത് 500ഓളം എങ്കിലും ഹിന്ദു സഹോദരന്മാർ അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സൈന്യത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരേ സമയം തന്നെ ഈ സൈന്യത്തിൽ താമി എന്ന് പറയുന്ന ഒരു ഹിന്ദു താഴേക്കിടയിലുള്ള ഒരു ഹിന്ദു സഹോദരനും അതേപോലെ അതിൽ തന്നെ നങ്ങിയാണ്ട് നമ്പീഷൻ പോലുള്ള മറ്റൊരാളും സവർണനായ ഒരാളെയും ഒരേ സമയം തന്നെ ക്യാപ്റ്റനാക്കി മാറ്റാൻ, അദ്ദേഹത്തിന്റെ ആർമിയിലെ ക്യാപ്റ്റൻസ് ആക്കി മാറ്റാൻ, നേതാക്കളാക്കി മാറ്റാൻ വാരിൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിന് 1921 സെപ്റ്റംബർ 16 കൂടിയാണ്, അതായത് നല്ല ശതമാനം ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിൽ വരികയും ഇദ്ദേഹത്തിന്റെ ഗറില്ല വാറുകളിലൂടെ ബ്രിട്ടീഷ് ഭരണകൂടം, ബ്രിട്ടീഷ് സൈന്യം പിൻവാങ്ങുകയും ഭയന്ന് പിന്മാറുകയും ചെയ്യുന്നതോടുകൂടി ഈ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോടുള്ള ചില ഭാഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിലേക്ക് വരികയും ആലി മുസ്ലിയാരിന്റെയും വാരിൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ മലയാള നാട് 1921 സെപ്റ്റംബർ 16 പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നു. അന്ന് ആ ഒരു സാഹചര്യത്തെ കുറിച്ച് ഇംഗ്ലീഷ് രചനകളൊക്കെ പറയുന്നത് ആരായിരുന്നു വാരിൻകുന്നത്ത്? അദ്ദേഹം പറയുന്നു, ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് കമ്മിറ്റിയുടെ കേണൽ, ഖിലാഫത്തിന്റെ കേണൽ. ഈ ഒരു പൊസിഷൻ പൊതുവായിട്ട് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന വാരിൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്റ്റാറ്റസ്, പദവി ഇതായിരുന്നു.
ഈ ഒരു സാഹചര്യത്തിലായിരുന്നു വാരൻകുന്നത്ത് മുഹമ്മദ് ഹാജി സ്ഥാപിക്കുകയും ഒരു സമ്പൂർണമായി എന്ന നിലയിൽ പറയാൻ പറ്റുന്ന ആ ഒരു തരത്തോളം പറയാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം അദ്ദേഹം ഈ പ്രദേശത്ത് സ്ഥാപിക്കുകയും ചെയ്തു. പോലീസ് ഉണ്ടാക്കി, പോലീസ്, ആർമി, കോടതി, അതുപോലെ തന്നെ പോലീസിനെയും ആർമിനെയും കോടതിയെയും പാസ്പോർട്ടും അതേപോലെ ഇങ്ങനെയുള്ള വിവിധ തരങ്ങളെയും, അതായത് ഫുഡ് സെന്ററുകൾ, ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന സെന്ററുകൾ, ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുന്ന, ശേഖരിക്കാൻ പറ്റുന്ന സെന്ററുകൾ അദ്ദേഹം ഉണ്ടാക്കി. ബൗണ്ടറികൾ തരംതിരിച്ചുകൊണ്ട് അതിന് പാസ്പോർട്ട് അദ്ദേഹം ചെയ്തു. അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് എഴുത്തുകാർ പറയുന്നത് ബ്രിട്ടീഷ് ഭരണ രീതിയിലാണ് അദ്ദേഹം അതിനെ സ്വീകരിച്ചിരുന്നത് എന്നാണ്. അതായത് കളക്ടേഴ്സ്, വൈസ്രോയി, ഗവർണർ, അദ്ദേഹത്തിന്റെ ഒരു ഖിലാഫത്ത് കിങ് എന്ന ഒരു പൊസിഷൻ ആയിരുന്നു മുസ്ലിങ്ങൾക്കിടയിലും ബാക്കിയുള്ള ഹിന്ദുക്കൾക്കിടയിലും വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്തായിരുന്നു അദ്ദേഹം അതിനുള്ളിൽ ചെയ്തത്, എന്ത് സവിശേഷതയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ 6 മാസക്കാലത്തെ ആ കേരള നാട് എന്ന് പറയുന്ന ഭരണ സംവിധാനത്തിനുണ്ടായിരുന്നത്? അതില് പ്രധാനപ്പെട്ട ചരിത്രകാരന്മാർ തന്നെ പറയുന്നത് കുടിയാന്മാർക്ക് ഒരുപാട് നൂറ്റാണ്ടുകളായി ജന്മിമാരുടെയും മുസ്ലിങ്ങളായും അതുപോലെ ഹിന്ദുക്കളായ ക്രൂരന്മായ ജന്മികളുടെ കീഴിൽ കഷ്ടപ്പാട് അനുഭവിച്ച ഈ പതിതരായ ആൾക്കാർക്ക് ഭൂ ഉടമകളായി മാറാനുള്ള സാഹചര്യം വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അദ്ദേഹത്തിന് കറൻസി അദ്ദേഹം ഉണ്ടാക്കി. അതുപോലെ ടാക്സുകൾ, അതുവരെ കൊടുത്തിരുന്ന ടാക്സുകൾക്ക് റിലാക്സേഷൻ, അതായത് ഒരുപാട് ഇളവുകൾ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ കാലത്തിന് മറ്റൊരു പ്രത്യേകത കൈക്കൂലികളെ ഇല്ലാതാക്കി, കൈക്കൂലി കൊടുക്കുന്ന ശക്തമായ നിരീക്ഷണത്തിന്റെ കീഴിലാക്കി. ഒരു തരത്തിലുള്ള ഭരണ മേഖലയിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള സപ്രഷനോ അല്ലെങ്കിൽ അക്രമമോ അദ്ദേഹം ഒരിക്കലും അനുവദിച്ചില്ല. എല്ലാവർക്കും ഒരുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർമികളിലും സൈന്യത്തിലും പോലീസിലും സകലവിധ സംഭവങ്ങളിലുമെല്ലാം ഒരുപോലെ ഒരു സമത്വ നിലപാട് സ്വീകരിക്കാൻ, ഹിന്ദുവിനും മുസ്ലിമിനും ഇടയിൽ സമത്വമായ ഒരു സമീപനം സ്വീകരിക്കാൻ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപാട് സംഭവങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതായത് അന്ന് നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നമ്പൂരി ബാങ്ക് ചില ആൾക്കാർ അറ്റാക്ക് ചെയ്യും. നമ്പൂരി ബാങ്ക് അന്ന് ഫേമസ് ആയ ഒരു ബാങ്കാണ്. അറ്റാക്ക് ചെയ്യുകയും അതിനെ കൊള്ളയടിക്കുകയും ചെയ്തപ്പോൾ ഇതറിഞ്ഞ് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവരെ പിടിക്കുകയും ആ പൈസ തിരിച്ചു കൊടുക്കുകയും, അതും പോരാഞ്ഞിട്ട് ഈ മലയാള നാടിന്റെ സ്വന്തം ഖജനാവിൽ നിന്ന് പോലും അതിന്റെ നഷ്ടപരിഹാരം നൽകാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രശ്ന സമയത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ഈ നിലമ്പൂർ കോവിലകത്തെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ, അതായത് എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിം കീഴിലുള്ള ഈ ഭരണ സംവിധാനത്തോട് സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളാരന്മാരായാലും അവർക്ക് ഒരുപോലെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ശ്രമിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ മുഴുതാങ്ങികളായ, അനുയായികളായ, അനുഭാവികളായ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പറയുന്ന മുസ്ലിങ്ങളായ ഹിന്ദുക്കളായ ജന്മിമാരെ ശക്തമായി ഭീഷണിപ്പെടുത്തുകയും അവരെ താക്കീത് നൽകുകയും ചെയ്തിരുന്നു എന്നുള്ള സംഭവങ്ങളും നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് പൂക്കോട്ടൂർ കോവിലകം അദ്ദേഹം പിടിച്ചെടുത്തു. എന്നാൽ അതേസമയം തന്നെ നിലമ്പൂർ കോവിലകത്തെ അദ്ദേഹം പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നു. അതുപോലെ മറ്റൊരു സംഭവം പറയുന്നുണ്ട്. നേരത്തെ ഈ ചർച്ചകളൊക്കെ ശക്തമാവുന്നത് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്നത് ഒരു കവലച്ചട്ടമ്പിയാണ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ വർത്തമാനം എടുത്തു പറയുന്ന സംഘപരിവാറിന്റെ വാദഗതികളിലൂടെയാണല്ലോ. അതുപോലെ തന്നെ ഹിന്ദുക്കളെ ശക്തമായി പിടിച്ച് അവരെ മുസ്ലിമാക്കുന്ന ഒരു രീതിയും വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്വീകരിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു വാദവുമുണ്ട്. അത് വളരെ പച്ചക്കളവാണ് എന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളെ രേഖപ്പെടുത്തിയ ചരിത്ര ഗ്രന്ഥങ്ങളിലും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പ്രമുഖമായ ഒരുപാട് സംഭവങ്ങൾ, അതായത് അന്ന് ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നത് ഒരു ഹിന്ദു സ്ത്രീനെ ചില ആൾക്കാരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും അത് അറിയുകയും അവരെ പിടിക്കുകയും അവർക്ക് നല്ല ശിക്ഷ കൊടുക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മത സഹിഷ്ണുതയാണ് ഈ സംഭവം കൂടി കാണിക്കുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ വീക്ഷണം രൂപപ്പെടുന്നത്? അതായത് ബ്രിട്ടീഷ് അനുകൂലികളായ ജന്മിമാരെ
അവരെ ശിക്ഷിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, അവരോട് ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ് ഇദ്ദേഹം അത് ഹിന്ദു വിരുദ്ധൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് പോയി. അതിന്റെ കൂടാതെ ബ്രിട്ടീഷുകാർ ഇന്ത്യ മുഴുവൻ സ്വീകരിച്ചിരുന്ന ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിച്ച് ഭരിപ്പിക്കുക, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒരുപോലെ ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കാൻ പറ്റുന്ന അതേ അടവ് നയവും ബ്രിട്ടീഷുകാർ മലബാർ കേരള പ്രദേശത്തും കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. അതിന്റെ ഒരു ഫലവും കൂടിയാണ് വാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ മത തീവ്രവാദി എന്ന് പറയുന്ന ആ ഒരു ആരോപണം പോലും ഉണ്ടാവാൻ കാരണം. ഇദ്ദേഹത്തിന്റെ ഈ സംഭവം തന്നെ, ഈ ഒരു ആരോപണം ദേശീയ തലത്തിലേക്ക് എത്തുകയും ഗാന്ധിയെ പോലുള്ള അബുൽ കലാം ആസാദിനെ പോലുള്ള ആൾക്കാർക്കിടയിൽ അതൊരു തെറ്റിദ്ധാരണ പരത്താൻ കാരണമാവുകയും ചെയ്തു എന്നറിഞ്ഞ വാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്ര പ്രസിദ്ധമായ ദ ഹിന്ദുവിന് അയച്ച ലെറ്റർ, അത് ആ ഒരു വിഷയത്തിൽ നമുക്ക് വളരെ നല്ല ഉദാഹരണമാണ്. 1921 ആ ലെറ്റർ അദ്ദേഹം അവർക്ക് അയക്കുന്നത്. 1921 ഒക്ടോബർ 7 അയക്കുന്ന ലെറ്റർ 1921 ഒക്ടോബർ 18 അത് പബ്ലിഷ് ചെയ്യുന്നത്. ആ ലെറ്ററിൽ ഈ ഗാന്ധിയെ പോലുള്ള അബുൽ കലാം ആസാദിനെ പോലുള്ള ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെ ബോധിപ്പിക്കുകയാണ്, ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ പ്രദേശത്ത് ഇല്ല. അതും പോരാഞ്ഞിട്ട് ഒരുപാട് നിർബന്ധിച്ചിട്ട് ബ്രിട്ടീഷ് ആർമിയിൽ ചേർക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരുപാട് ഹിന്ദു സഹോദരന്മാർ എന്റെ മലയിൽ പ്രൊട്ടക്ഷനിൽ ഇരിക്കുകയാണെന്ന് പോലും അദ്ദേഹം ആ കത്തിൽ എഴുതുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് പബ്ലിഷ് ചെയ്തിരുന്നില്ലെങ്കിൽ എന്റെ ഭീഷണി നിങ്ങൾക്കുണ്ടാകുമെന്ന തരത്തിലുള്ള മറുപടിയും എന്ന തരത്തിലുള്ള വർത്തമാനവും ഹിന്ദു പത്രാധിപർക്ക് അവസാനം ആ കുറിപ്പിൽ തന്നെ അദ്ദേഹം എഴുതുന്നുണ്ട്. ഈ ഒരു സാഹചര്യവും കൂടി നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഈ സുബേദാർ ചേക്കുട്ടി, ഖാൻ ബഹാദൂർ ചേക്കുട്ടിയെ വധിക്കുന്ന സംഭവം. ബ്രിട്ടീഷുകാർക്ക് അവരുടെ എല്ലാ നയങ്ങൾക്കും അനുഭാവിയായ, അവരുടെ ആ നാട്ടിലെ അധികാരിയായ ഖാൻ ചേക്കുട്ടിയെ വധിച്ചുകൊണ്ട് ആ വാളിന്റെ തലപ്പത്ത് അദ്ദേഹത്തിന്റെ തല ഫിറ്റ് ചെയ്തുകൊണ്ട് കുത്തിക്കൊണ്ട് വന്ന് നടത്തുന്ന സുപ്രധാനമായ ചരിത്ര പ്രസിദ്ധമായ ആ പ്രസംഗം പോലും ഒരു മുസ്ലിമായ ആ നാട്ടിലെ അധികാരിയെ വധിക്കുകയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് വീടുപണി ചെയ്യുക, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നതിന്റെ പേരിൽ. അതും അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ചില പോയിന്റുകൾ അത് മില്ലർ അദ്ദേഹത്തിന്റെ മാപ്പിള മുസ്ലിംസ് ഓഫ് കേരള എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് കോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഹിന്ദുക്കളെ വധിക്കുകയോ കൊല്ലുകയോ ചെയ്യരുത്. അവരെ ഒരിക്കലും അവരുടെ ആഗ്രഹങ്ങൾക്കെതിരായി ഒരിക്കലും ഇസ്ലാമിലേക്ക് അവരെ നിർബന്ധപൂർവ്വം ചേർക്കരുത്. അങ്ങനെയെങ്കിലും നമ്മൾ ആരെങ്കിലും ഹിന്ദുക്കളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും അവർ ബ്രിട്ടീഷ് ഗവൺമെന്റ് സൈന്യത്തിലായിരിക്കും അവർ ചേരുക. അതോടുകൂടി നമ്മുടെ പരാജയത്തിനുള്ള പ്രധാനമായ കാരണമായി തീരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നമുക്കൊരിക്കലും ഹിന്ദുക്കളോട് ഒരു വിദ്വേഷവുമില്ല, ഒരു വൈരാഗ്യവുമില്ല. പക്ഷേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സഹായിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന ആരായാലും അവരെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ നാടിനെ ഒരിക്കലും ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കി മാറ്റാന്നുള്ള ആഗ്രഹം നമുക്കില്ല. അദ്ദേഹം ഖിലാഫത്ത് മൂവ്മെന്റിന്റെ എല്ലാവരും ഒരുപോലെ നയിക്കാൻ പറ്റുന്ന ആ ഒരു സാഹചര്യത്തിലേക്കാണ് വാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആ ഒരു നാടിനെ നയിച്ചത്. ഈ തരത്തിൽ ഹിന്ദുക്കളാവട്ടെ മുസ്ലിങ്ങളാവട്ടെ ആരാവട്ടെ അക്രമം ചെയ്യുന്നവരെ മുഴുവൻ ശിക്ഷിക്കാനും, അതുപോലെ തന്നെ ഈ ഭരണത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആന്റി ഇമ്പീരിയലിസ്റ്റ്, ആന്റി ബ്രിട്ടീഷ് മൂവ്മെന്റ് ബോധമുള്ള എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കുകയും അവര് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ച ആളാണ് ആലി മുസ്ലിയാരും വാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും. ഈ ചരിത്രം സ്വാഭാവികമായും ഇതുപോലെ ഈ ചരിത്രം സംഘപരിവാറിനെ പോലുള്ള ആൾക്കാർക്ക് പേടിപ്പെടുത്തുന്നതാണ്, അവരെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. കാരണം ഒരു ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അവിടെയുള്ള എല്ലാവരെയും ഒരുപോലെ കാണുക, എല്ലാവരും ഒരുപോലെ വാരൻകുന്നത്തിനെയും കാണുക, ആലി മുസ്ലിയാരിനെയും വാരൻകുന്നത്തിനെയും അങ്ങോട്ടും ഒരുപോലെ കാണുക, ഒരുപോലെ സഹവർത്തത്തിൽ കഴിയുക, വിള്ളൽ ഉണ്ടാവാതെ ഒരുപോലെ ജീവിക്കാൻ കഴിയുക, ആ ഒരു തരത്തിൽ സമാധാനമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുക, ഒരുപോലെ എല്ലാവരെയും
ആന്റി ബ്രിട്ടീഷ് വികാരം നിലനിർത്താൻ കഴിയുക. ഈ പറയുന്ന ഒരു സാഹചര്യം വാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കും ആലി മുസ്ലിയാരും കഴിഞ്ഞു എന്നുള്ളത്, ആ ഒരു ചരിത്രം എന്നത് ബ്രിട്ടീഷുകാരുടെ അവർക്ക് വേണ്ടി ജീവിതം മുഴുവൻ കഴിച്ചുകൂട്ടിയ, അവരോട് മാപ്പിരുന്ന, അവരോട് മാപ്പുസാക്ഷികളായി ജീവിച്ച, അവർക്ക് വേണ്ടി പണിയെടുത്ത സംഘപരിവാറിന്റെ ആദ്യ പിതാക്കളും സംഘപരിവാറിന്റെ മുഴുവൻ ആൾക്കാർക്കും ഈ ചരിത്രം ഒരിക്കലും സഹിക്കില്ല എന്നതാണ് വാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കെതിരെ ഈ ശക്തമായ ആരോപണങ്ങൾ ഇപ്പോൾ ഉയരാൻ പ്രധാനപ്പെട്ട കാരണം. ഈ തരത്തിൽ വാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും ഒരുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് ശക്തരായ എതിരാളിയായി മാറുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വാഭാവികമായും ഇതിനെ തകർക്കാനുള്ള ശ്രമം ഈ 6 മാസത്തിന്റെ അവസാനത്തോടുകൂടി 1922 ഉണ്ണിയാലി മുസ്ലിയാർ എന്ന് പറയുന്ന വാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഒരു സുഹൃത്തിനെ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സുബേദാർ കൃഷ്ണ പണിക്കരുടെ നേതൃത്വത്തിൽ ഒരു ചതിയിലൂടെ അദ്ദേഹത്തിന്റെ ആ കാളുകാവിലുള്ള മലയിൽ അവിടെ എത്തുകയും ചതിയിലൂടെ അദ്ദേഹത്തെ പിടിച്ചടക്കുകയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹപ്രവർത്തകരെയും അവിടെ കൊണ്ടുപോവുകയും അങ്ങനെ 1922 ജനുവരി 20 കോട്ടക്കുന്നിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലുള്ള പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ നമുക്കറിയാം. അതായത് ബ്രിട്ടീഷുകാരോട് അദ്ദേഹം നേരിട്ട് പറയുന്നത്, നിങ്ങൾക്ക് കണ്ണ് കെട്ടി കൊല്ലാണല്ലോ, പുറകിൽ കൂടി കൊല്ലാണല്ലോ നിങ്ങളുടെ ശീലം, നേരിട്ട് എന്റെ നെഞ്ചിലേക്ക് വെടിവെക്കുക, എനിക്കത് കാണണം, എനിക്ക് എന്റെ മണ്ണിൽ, എന്റെ ദേശത്തിന്റെ മണ്ണിൽ വീണ് മരിക്കണം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. അതുപോലെ തന്നെ ഈ ഒരു വിചാരണക്കിടയിൽ അദ്ദേഹത്തിന് ശക്തമായി ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മീശ താടി രോമങ്ങൾ പിഴുതെടുത്ത് ഒരുപാട് പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാം. ഈ ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി ആ വെടിവെച്ചിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ശരീരം കത്തിച്ചു കളയുകയും അതിന്റെ കൂടെ ഈ 6 മാസ കാലഘട്ടത്തിലെ ഭരണരേഖകൾ മുഴുവനും നശിപ്പിക്കാനുള്ള ശ്രമവും അവർ നടത്തുകയും അവിടുന്ന് അദ്ദേഹത്തിന്റെ എല്ലുകൾ പോലും പറക്കിയെടുത്ത് കൊണ്ടുപോയി എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് കാണാം. ഈ ഒരു തരത്തിൽ വാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ആലി മുസ്ലിയാരിനെയും ഉപദ്രവിക്കുകയും അവസാനം ആലി മുസ്ലിയാരിനെ അവിടുന്ന് കൊണ്ടുപോവുകയും കോയമ്പത്തൂരിൽ 1922 ഫെബ്രുവരി 17 കോയമ്പത്തൂർ ജയിലിൽ വെച്ച് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി കേരളത്തിലെ ഖിലാഫത്ത് സമരത്തിന്റെ ശക്തമായ മൂവ്മെന്റുകൾ ഇല്ലാതാവുകയാണ്. അതിനുശേഷം കൊന്നാറ തങ്ങളും പിന്നെ മൊയ്തീൻ കുട്ടി ഹാജിനെ പോലുള്ള ചെറിയ ചെറിയ സംഘടനകൾ ഉണ്ടാകുമെങ്കിൽ പോലും ബ്രിട്ടീഷുകാർ അതിനെയും തരിപ്പണമാക്കുന്നുണ്ട്, അതിനെയും ഇല്ലാതാക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കേരളത്തിലെ വാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ നടന്ന വളരെ വിഖ്യാതമായ, ഓർത്തിരിക്കേണ്ട, സ്മരണീയമായ ഖിലാഫത്ത് സമരത്തിന്റെ ഓർമ്മകൾ. ഇത് ഇന്നും നിലനിൽക്കുന്നത് കേരളത്തിന്റെ മുസ്ലിങ്ങൾക്കും ബാക്കിയുള്ളവർക്കും ഒരുപോലെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ശക്തമായി നിലനിർത്തുന്നതിലും, ഒരു ദേശത്തിൽ ഒരു മുസ്ലിമും ഹിന്ദുവും ബാക്കിയുള്ള മതസ്ഥരും എല്ലാം ഒരുപോലെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാക്കി തീർത്തതും, അതുപോലെ ഹിന്ദുക്കളായ മുസ്ലിങ്ങളായ പതിതരെയും പാവപ്പെട്ട മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും പീഡിപ്പിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ ജന്മിമാരെ ഭീഷണിപ്പെടുത്തുകയും അവരെ നിലക്ക് നിർത്താനും ചെയ്യാൻ പറ്റി എന്നുള്ളതും വാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ആലി മുസ്ലിയാരുടെയും ജീവിതത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. ഇതിനുശേഷം ഇവരുടെ ചരിത്രം എഴുതിയ മാധവൻ നായരെ പോലുള്ള, മലബാർ കലാപം പോലുള്ള ഗ്രന്ഥങ്ങൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുത്തി തീർത്തു എന്നതും നമുക്ക് വളരെ പ്രസ്താവ്യമാണ്. അതായത് വാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വളരെ ഭീരുവായി ചിത്രീകരിക്കുന്നതാണ് മാധവൻ നായരുടെ ആകൃതി. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ മൂന്നാം ഭാര്യയായ അവസാന ഭാര്യയായ മാളു ഹജ്ജുമ്മയെ വളരെ വൃത്തികെട്ട രീതിയിൽ, വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. മാളു ഹജ്ജുമ്മ വാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കൂടെ വേറൊരാളെ സ്നേഹിക്കുകയും അയാളുടെ കൂടെ ഒളിച്ചോടുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വികൃതമായ ചിത്രീകരണം നടത്തുന്നുണ്ട്. കുഞ്ഞഹമ്മദ് ഹാജി വൃദ്ധനായിരുന്നു. ഏകദേശം 45 വയസ്സുകൾക്ക് മുകളിലാണ് അദ്ദേഹം മരിക്കുന്നത്. ആ ഒരു കാലത്ത് മാത്രമേ ജീവിക്കുന്നത്. 1877 ജനിച്ച് 1922 മരിക്കുന്ന യുവത്വത്തിന്റെ കാലത്തിന് അവസാനം മരിക്കുന്ന ആളാണ് വാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ആ ഹാജിയെ കുറിച്ച് മാധവൻ നായർ വൃദ്ധനായ
വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന ചിത്രീകരണമാണ് നൽകുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായ മാളു ഹജ്മയെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു. ഈ കേരളത്തിലെ ഇന്ന് ജീവിക്കുന്ന പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയന്മാരിൽ ഒരാളായ യൂസുഫ് പാണ്ടിക്കാട് അദ്ദേഹം തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട പഴയ ആൾക്കാരും ആ നാട്ടുകാരും ഒക്കെ മാളു ഹജ്മയെ ഒരുപാട് സവിശേഷതകൾ എടുത്ത് പറയുന്നുണ്ട്. മാളു ഹജ്മ തന്നെ, അതായത് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരേ സമയം തന്നെ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മിനിസ്റ്ററായും അഡ്വൈസറായും ഒരുപോലെ പോരാളിയായും ജീവിച്ചു, കൂടെ സഹവസിച്ചു എന്ന് പറയുന്ന ഒരു ഉദാഹരണവും കൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ മാളു ഹജ്മയെ കുറിച്ചിട്ടാണ് മാധവൻ നായർ അങ്ങനെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ചത്. ഈ മാളു ഹജ്മയെ കുറിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേർക്ക് മലബാർ പ്രദേശത്ത് ഈ പറയുന്ന കരുവാരക്കുണ്ടി, പറയുന്ന വള്ളുവനാട്, ഏറനാട് പ്രദേശത്ത് നല്ല ശതമാനം വയസ്സരായ സ്ത്രീകൾക്കും ആണുങ്ങൾക്കും മാളു ഹജ്മയുടെ സ്വഭാവ സവിശേഷതകൾ ഇന്നും നമുക്ക് ചോദിച്ചാൽ അറിയാവുന്നതാണ്. അവസാന കാലം വരെയും പള്ളി കമ്മിറ്റികളിലെ ഒരു മെമ്പറായി അവിടുത്തെ പട്ടണങ്ങളിലും പോലീസിനോട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കയർത്ത് സംസാരിച്ച് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് പോലും മാളു ഹജ്മയെ പിൽക്കാല ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഒരു തരത്തിൽ ശക്തരായ ഒരു 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 കഥാപാത്രത്തെയാണ് നമുക്ക് മാളു ഹജ്മ എന്ന് പറയുന്ന വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഭാര്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു സ്ത്രീയെയാണ് മാധവൻ നായരെ പോലുള്ള ആൾക്കാർ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നത്. അതുപോലും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ, അദ്ദേഹത്തിന്റെ സംഭാവനകളെ, ആ നാട്ടിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത സമാധാന സാഹചര്യത്തെ, ഈ കീഴ്ജാതി മേൽജാതി പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെ, അതുപോലെ തന്നെ ജന്മിമാർ, നായന്മാരുടെ മുസ്ലിം വിരുദ്ധരായ ബ്രിട്ടീഷ് അനുഭാവികളായ സവർണരായ ഹിന്ദുക്കളുടെ ആ കാഴ്ചപ്പാടാണ് മാധവൻ നായരുടെ മാളു ഹജ്മയെ കുറിച്ചുള്ള ആ വീക്ഷണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. ഇതുപോലെ ഈ ഒരു സാഹചര്യവും കൂടി ഇത് പറഞ്ഞുകൊണ്ട് മറ്റൊരു പോയിന്റിലേക്കാണ് ഞാൻ പോകുന്നത്. കേരളീയ മുസ്ലിങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ആദ്യം എപ്പോഴും നിലനിൽക്കുന്നത് മലബാർ മുസ്ലിം ചരിത്രം, മലബാർ മുസ്ലിം ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിന് വിരുദ്ധമായി ഒരു സാഹചര്യം കൂടി 1920കളിലും, അതായത് ഖിലാഫത്ത് കമ്മിറ്റി ശക്തമാവുന്ന കാലഘട്ടത്തിലും അതിനു മുമ്പേയും തന്നെ തെക്കൻ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രവും കൂടി അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ കേരളീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്നതിന്റെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് കിട്ടുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. തെക്കൻ കേരള മുസ്ലിങ്ങളും മലബാറിലെ മുസ്ലിങ്ങളെ പോലെ തന്നെ തെക്കൻ കേരള മുസ്ലിങ്ങളും ഖിലാഫത്ത് സമരത്തിൽ ആന്റി ബ്രിട്ടീഷ് സ്ട്രഗിളിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി തന്നെ ഒരേപോലെ നിലകൊണ്ടിരുന്നു എന്ന് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് മലബാറിലെ മുസ്ലിങ്ങൾ ശക്തമായി ഒരിക്കൽ സായുധമായിട്ടാണെങ്കിൽ അവരോട് പൊരുതിയെങ്കിൽ തെക്കൻ കേരള മുസ്ലിങ്ങൾ അവരോട് ഇന്റലക്ച്വലായിട്ട്, അതായത് പത്രങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ജേണലുകൾ പബ്ലിഷ് ചെയ്യുകയും സായാഹ്ന പത്രങ്ങളെല്ലാം ഇറക്കിക്കൊണ്ട് അവരോട് ആ ഒരു രീതിയിലാണ് സമീപിച്ചിരുന്നതെന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയും. 1909 കൊച്ചിയിൽ വി അബ്ദുൽ മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന പ്രമുഖനായ കൊച്ചിക്കാരനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മലബാർ ഇസ്ലാം എന്ന് പറയുന്ന പത്രം, അതുപോലെ തന്നെ 1920 വർക്കലയിൽ എം മുഹമ്മദ് കുഞ്ഞിക്കാക്ക എന്ന് പറയുന്ന ഖിലാഫത്ത് എന്ന് പറയുന്ന അദ്ദേഹം ഖിലാഫത്ത് പത്രിക എന്ന് പറയുന്ന ഒരു പത്രം അദ്ദേഹം പുറത്തിറക്കിയിരുന്നു. ഉസ്മാനിയ ഖിലാഫത്തും ആ സമയത്ത് തുർക്കിയുമായി കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രശ്നങ്ങളെ മുഴുവനും ഒരുപോലെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു പത്രം അദ്ദേഹം ഇറക്കിയിരുന്നു. 1930 അതിനുശേഷവും, അതായത് ഈ 22 കഴിഞ്ഞ് 24 ശേഷവും പോലും ഉസ്മാനിയ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും തുർക്കിയുമായി ബന്ധപ്പെട്ടുമുള്ള വിശദമായ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന വക്കമൗലവി 1931 ഇറക്കിയ ദീപിക പോലെ ആലപ്പുഴയിലും കൊല്ലത്തുമുള്ള ഇസ്ലാം ദൂതൻ, കേരള ചന്ദ്രിക പോലുള്ള പത്രങ്ങളും കേരളീയ മുസ്ലിങ്ങളുടെ, പ്രത്യേകിച്ച് തെക്കൻ കേരള മുസ്ലിങ്ങളുടെ ആന്റി ഇമ്പീരിയലിസ്റ്റ് ചലനങ്ങളുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ഖിലാഫത്ത് സമരത്തെ, ഖിലാഫത്തിന്റെ ബോധത്തെ, തുർക്കിയിൽ നടക്കുന്ന സംഭവങ്ങളെ തെക്കൻ കേരള മുസ്ലിങ്ങളെയും കൂടി ഉണർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപപ്പെടുത്തിയതാണ് ഈ പറയുന്ന പത്രങ്ങളെല്ലാം. ആ ഒരു തരത്തിൽ കേരളീയ മുസ്ലിങ്ങൾ എമ്പാടും
ഒരുപോലെ മുസ്ലിങ്ങൾക്ക് കേരളീയ മുസ്ലിം സമൂഹത്തിൽ പൊതുസമൂഹത്തിലും ഖിലാഫത്തിനെ കുറിച്ച് ഒരു ചിത്രം, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിനെ കുറിച്ചുള്ള ഒരു ചിത്രം കൊടുക്കാൻ ഒരുപോലെ കേരളീയ മുസ്ലിങ്ങൾ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു ചിത്രവും കൂടി നമുക്ക് ഈ സംഭവവുമായി ചേർത്ത് വായിക്കാൻ കഴിയും. ഇതിന്റെ കൂടെ തന്നെ വായിക്കേണ്ടതാണ്, നമ്മള് ഈ ചരിത്രം പറയുമ്പോൾ 1920കളിലുമെല്ലാം അല്ല 1914-10 ശേഷവുമെല്ലാം കേരളീയ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മലബാർ മുസ്ലിങ്ങളെല്ലാം ഒരുപോലെ ബ്രിട്ടീഷുകാർക്ക് എതിരായിരുന്നു എന്ന് പറയുന്ന ചരിത്രം വായിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരുപോലെ തന്നെ സ്വാഭാവികമായും അനുകൂല നിലപാട് സ്വീകരിച്ച പണ്ഡിതന്മാരോ കൂടെ തന്നെ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് ഇതിന്റെ ഉദാഹരണങ്ങളായി കാണാൻ കഴിയും. അതായത് ചില ആൾക്കാർ 1914 ശേഷം 22 ആ ഒരു കാലഘട്ടത്തിലെല്ലാം ബ്രിട്ടീഷ് അനുകൂലികളായ ആൾക്കാർ കിതാബുകൾ എഴുതുകയും മുസ്ലിങ്ങളോട് ബ്രിട്ടീഷുകാർക്ക് എതിരെ പോരാടരുതെന്നും അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിന് മറുപടിയായിട്ട് മൊയ്ത് മൗലവിയും കെ മൗലവിയുമുള്ള ആൾക്കാർ ദഅവത്തുൽ ഹഖ് എന്ന് പറയുന്ന പേരിൽ കിതാബുകൾ എഴുതുകയും ചെയ്യുന്ന സംഭവങ്ങളും കാണാം. ഈ തരത്തിൽ വിവിധ ചർച്ചകൾക്ക് കാരണമായ നാഷണൽ സ്ട്രഗിളിന്റെയും ഖിലാഫത്ത് മൂവ്മെന്റിന്റെയും ഒരു പശ്ചാത്തലത്തിലാണ് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരിനെയും പോലുള്ള നേതാക്കൾ ഈ വേറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് ഭാഗങ്ങളിലും കേന്ദ്രീകരിച്ച് കിടന്ന മലബാർ പ്രദേശം, മലയാളം നാട് എന്ന് പറയുന്ന പ്രദേശം അവര് കൊണ്ടു നടന്നതും ആ ഒരു ഓർമ്മ ഇന്നും നമ്മളും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്നും മുസ്ലിങ്ങളുടെ ഓർമ്മയായി നിലനിൽക്കേണ്ടതുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന സംഘപരിവാറിന്റെ വാദങ്ങളെ ഈ ചരിത്രത്തിന്റെ വ്യക്തമായ ധാരണകൾ കൊണ്ട് എതിർക്കാൻ നമുക്ക് കഴിയും. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. കേൾക്കാവല്ലോ അല്ലെ? യെസ്. നിങ്ങൾ ഇത് പറഞ്ഞ സമയത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഇത് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിം പ്രാതിനിധ്യം എന്തുകൊണ്ടാണ് ഇത്രയേറെ ഇവരെ ഇപ്പൊ RSS പോലെയുള്ള ആളുകളെയൊക്കെ അലവസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? പക്ഷെ ഇതിനെയൊക്കെ നമുക്ക് കവർ ചെയ്യാനുള്ള ഒരു ഒരു റെഫറൻസ് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ എന്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ കൺവിൻസ് ചെയ്യപ്പെടുന്നത്? കാരണം വെച്ചാല് മലബാറിന്റെ ചരിത്രമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്കൊക്കെ ഓരോരോ ചെയറുകൾ ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി കാര്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ യഥാർത്ഥ ചരിത്രത്തെ എന്തുകൊണ്ട് നമുക്ക് ഇപ്പോഴും ഇപ്പൊ ഒരു മുസ്ലിം സ്വത്വത്തെ നമ്മള് പറയാൻ നമ്മളിങ്ങനെ നമ്മൾ മുസ്ലിമാണ് അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിമിന്റെ പാട്രിയോട്ടിസം നമ്മൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊരു റെഫറൻസ് എന്തുകൊണ്ട് ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. ഈ വാര്യംകുന്നത്ത് ഇതൊരു ചരിത്രം, ഇതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. കാരണം ഞാനിത് പറയാൻ കാരണം എന്റെ വല്യപ്പ ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു, ജയിലിലെ ഒരു അധ്യാപകനും കൂടിയായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഇപ്പൊ ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വളരെയധികം സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ട് അദ്ദേഹത്തിന്റെ ധീരത കൊണ്ട് അറിയപ്പെടാതെ പോയിട്ടുള്ള ഒരുപാട് ആളുകൾ വേറെയും ഉണ്ട്. അപ്പൊ എന്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു നോട്ടിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെഫറൻസ് എന്തുകൊണ്ട് വരുന്നില്ല? നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ചോദിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം
90% ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർ പോലും ഹിച്ച്കോക്കിന്റെ അനുഭവങ്ങളിൽ പോലും വരുൺ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ധീരതയെ കണ്ടിട്ട് വാട്ട് എ മാപ്പിള ലീഡർ എന്നൊക്കെ പറയുന്ന ഒരു കമന്റ് പോലും ഹിച്ച്കോക്ക് വളരെ സുന്ദരമായി ചിത്രീകരിക്കുന്നുണ്ട്. അതിനുശേഷം റൊണാൾഡ് മില്ലർ പോലുള്ള പുറത്തുള്ള ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന സംഭവങ്ങളെയൊക്കെ വസ്തുനിഷ്ഠമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. കേരളത്തിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട പണ്ട് ഹിസ്റ്റോറിയൻസ് ആയ കെ എൻ പണിക്കർ, KKN കുറുപ്പ് പോലുള്ള അതേപോലുള്ള ഒരുപാട് ചരിത്രകാരന്മാരും ഈ വിഷയത്തിലൊക്കെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, ഗ്രന്ഥങ്ങൾ ഉണ്ട്. പക്ഷേ സംഘപരിവാറിന്റെ മുമ്പിൽ സ്വാഭാവികമായും നാസിസം ഫാസിസത്തിന്റെ ഒരു കണക്ഷൻ, കള്ളങ്ങളെ പെരുപ്പിച്ചു വെക്കുകയും കള്ളങ്ങളെ സത്യമാക്കി വെക്കുകയും ആ സത്യത്തിന് സ്വീകാര്യത ലഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതാണ് സത്യം എന്ന് പറയുന്ന ഒരു വിധിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ രീതിയാണ് ഈ പറയുന്ന സത്യങ്ങളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഇതേ സാഹചര്യത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ മുസ്ലിങ്ങളുടെ കോൺട്രിബ്യൂഷനെ ഇന്നും നമ്മളുടെ പാഠങ്ങളിൽ പോലും പഠിക്കുന്ന, നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും പഠിക്കുന്നത് ചെറിയൊരു ഭാഗങ്ങളിലായിട്ടാണ്, ചെറിയൊരു കോളത്തിലാണ് പഠിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ സമരത്തിന്റെ ഗാന്ധി പോലുള്ള വലിയ ഈ നോൺ മുസ്ലിംസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാർ, ദേശീയ പ്രസ്ഥാനമാവട്ടെ ആര്യ സമാജത്തിന്റെയോ അതിനുശേഷമുള്ള ആൾക്കാരുമാവട്ടെ, അവർക്ക് പ്രധാനമായ കവർ കിട്ടുകയും എന്നാൽ മുസ്ലിം നേതൃത്വത്തിന് ഖിലാഫത്ത് മൂവ്മെന്റ് പോലുള്ള വിഷയങ്ങൾക്ക് ചെറിയൊരു കോളം കിട്ടുകയും ചെയ്യുന്നുണ്ട്. വളരെ തന്ത്രപൂർവമായ ഒരു തരത്തിലുള്ള അവഗണന ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോലും അത് സംഭവിക്കുന്നുണ്ട്. സത്യം ഇല്ലാഞ്ഞിട്ടല്ല, സത്യത്തെ തമസ്കരിക്കുന്നതാണ്, മറച്ചു വെക്കുന്നതാണ് പ്രശ്നം. നമ്മുടെ കയ്യിൽ നമ്മുടെ അനുഭവമുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലും തന്നെയുണ്ട്, പുറത്തുമുണ്ട്. പക്ഷെ ആ സത്യത്തെ സത്യമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കുമാരനാശാന്റെ ദുരവസ്ഥയുമായി ബന്ധപ്പെട്ട മുമ്പ് നടന്ന ഒരു ചാനൽ ഡിബേറ്റിൽ. അതില് സംഘപരിവാർ നേതാവായ ബാബുവിന് മറ്റേ അലിയാർ മുസ്ലിയാർ കൊടുക്കുന്ന മറുപടി, അദ്ദേഹം ദുരവസ്ഥ ഉദ്ധരിച്ചുകൊണ്ട് ദുഷ്ട മുഹമ്മദ കാട്ടാളന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുമാരനാശാൻ പോലും പറഞ്ഞില്ലേ, നളിനിയൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലിയാർ മുസ്ലിയാർ ശക്തമായ മറുപടി അതിന് കൊടുക്കുന്നുണ്ട്. അത് സാവിത്രി അന്തർജനം എന്ന് പറയുന്ന ആ സ്ത്രീക്കുള്ള അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. ആ മറുപടി പറഞ്ഞതിന് ശേഷവും പിന്നീട് അതേ ബാബു അതിനുശേഷം നടന്ന മറ്റൊരു ഡിബേറ്റിൽ അതേ വർത്തമാനം, ആ സത്യം ആ സ്റ്റേജിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബോധിപ്പിച്ച് കൊടുത്തിട്ട് പോലും അതേ വർത്തമാനം പിന്നീടുള്ള ഒരു ഡിബേറ്റിൽ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സത്യം ഇല്ലാത്തത് കൊണ്ടല്ല, തെളിവ് ഇല്ലാത്തത് കൊണ്ടല്ല, കിതാബുകൾ ഗ്രന്ഥങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, പകരം അതിനെ മൂടിവെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കളവിനെ സത്യമാക്കി ചിത്രീകരിക്കുകയും അതാണ് സത്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സംഘപരിവാർ ശക്തികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ ആ വിഷയത്തിൽ കാണുന്നത്. വലൈക്കും സ്ലാം. കേൾക്കുന്നുണ്ടല്ലേ? യെസ്. ഈ 1920 ഗാന്ധിജി കോഴിക്കോട് വെച്ച് നടത്തിയ പ്രസംഗത്തില് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ ഖിലാഫത്ത് മൂവ്മെന്റ് നടക്കുമ്പോൾ അത് നിസ്സഹകരണത്തിലൂടെ അത് വിജയിക്കുന്നില്ലെങ്കിൽ മുസ്ലിങ്ങള് ഇസ്ലാമിക പണ്ഡിതന്മാർ ഉപദേശിച്ച പോലെ അങ്ങ് സായുധ രീതിയിലോ അല്ലെങ്കിൽ എന്താണോ, അതായത് പണ്ഡിതന്മാരുടെ ഉപദേശപ്രകാരം മുന്നോട്ട് പോയി അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കണം എന്നൊരു ആഹ്വാനം ഗാന്ധിജി നടത്തുന്നതായിട്ട് മറ്റേ MPS മേനോന്റെ മലബാർ സമരം പുസ്തകത്തിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട്. പിന്നീട് അതിന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ മലബാർ സമരം കഴിഞ്ഞ് അതായത് അത് പരാജയപ്പെട്ടതിന് ശേഷം ഗാന്ധിജിക്ക് പറ്റിയ 2 പിഴവുകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഈ ഗാന്ധിജിയുടെ മെസ്സേജ്. ഗാന്ധിജി ഈ മറ്റേ സമരത്തിനെതിരായിട്ട് സംസാരിച്ചു എന്നുള്ള രീതിയിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ ഗാന്ധിജി ഇതിലൊരു ഡബിൾ സ്റ്റാൻഡ് അല്ലെങ്കിൽ 2 രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ, അതത് ഈ ശരിക്കുള്ള ഹിസ്റ്ററി അത് മാറ്റി എഴുതപ്പെട്ടതാണോ, എന്താണ് അതിലുള്ളൊരു കാഴ്ചപ്പാട്? ഗാന്ധിജി സംസാരിക്കുന്നു എന്ന് പറയുന്നത് പൊതുവെ ഗാന്ധിജിന്റെ നിലപാട് നമുക്കെല്ലാവരും അറിയാവുന്ന പോലെ ഈ അഹിംസ, സത്യാഗ്രഹ, അതുപോലെ അങ്ങനെയുള്ള വർത്തമാനങ്ങളാണ്. നോൺ കോപ്പറേഷൻ നിലപാടുകൾ സ്വീകരിക്കുക, ആ ഒരു കാഴ്ചപ്പാടിൽ പോയ ആളാണ്.
അത് ഒരുപക്ഷെ സാഹചര്യത്തിന്റെ വ്യത്യാസമായിരിക്കാം അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നത്. എന്നാൽ 1920 തന്നെ നിങ്ങൾ പറഞ്ഞ സംഭവത്തിൽ ആ മീറ്റിംഗിൽ തന്നെ ആ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് പറയുന്ന ഫത്വകളുടെ, അബ്ദുൽ കലാം ആസാദ് അടക്കമുള്ള പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. ആ ഫത്വകൾ തന്നെ പറയുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റ്, ഗവൺമെന്റ് ഒരു ജോലിയും സ്വീകരിക്കാൻ പാടില്ല, അവർക്ക് ടാക്സ് കൊടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഗവൺമെന്റ് സപ്പോർട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും ബാൻ ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും പദവികൾ തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക. ഈ പറയുന്ന ശക്തമായ നിലപാട് ഗാന്ധിന്റെയും ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ തീരുമാനിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം ഗാന്ധിയുടെയും ഷൗക്കത്ത് അലി മൗലാന ഷൗക്കത്ത് അലിയുടെയും മുന്നിൽ വെച്ചിട്ടാണ്. അബ്ദുൽ കലാം ആസാദിന്റെ അദ്ദേഹത്തിന്റെ മറ്റേ തർക്കെ മുവാലാത്ത് പോലുള്ള അല്ലെങ്കിൽ ഇവരുടെ പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ട്രാൻസ്ലേഷന് പോലും ആ ഒരു സമയത്തുണ്ട്. ശക്തമായ നിലപാടാണ് ഗാന്ധി വന്ന് സ്വീകരിക്കുന്നത്. പക്ഷേ ഗാന്ധിയുടെ ഒരു പൊതു സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ പറയുന്ന നോൺ കോപ്പറേഷൻ അല്ലെങ്കിൽ സത്യാഗ്രഹ, അഹിംസ എന്ന് പറയുന്ന ചർച്ചകളാണ്. സാഹചര്യം അതായിരുന്നില്ലല്ലോ മലബാറിന്റെ സാഹചര്യം. മലബാറിന്റെ സാഹചര്യം ശാരീരിക പീഡനങ്ങൾ ഏൽക്കുന്ന അതിന് ഡിഫൻസ് ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാവാം ഒരുപക്ഷെ ഈ പറയുന്ന രണ്ട് അഭിപ്രായങ്ങൾ നിലവിൽ വന്നിട്ടുണ്ടാവുക. ഹലോ, എനിക്കൊരു അഭിപ്രായം മീൻസ് ഇപ്പോ നിലവില് ഇപ്പോ ഈ ഒരു 921 അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഖിലാഫത്ത് പ്രസ്ഥാനം ഇത് നമ്മളെ മദ്രസകളിൽ പോലും, ഈവൻ നമ്മളെ ഇസ്ലാമിക വിഷയങ്ങളൊക്കെ പഠിക്കുന്ന എനിക്ക് പോലും ഇപ്പൊ ഈ മലയാള രാജ്യം എന്നൊക്കെ പറഞ്ഞ ഈ വിഷയം വന്നതിന് ശേഷം ഇങ്ങനെ രാജ്യമൊക്കെ കരുവാരകൊണ്ടുകാരനാണ് ഞാൻ. നമ്മളെ നാട്ടിലാണ് ഈ വിപ്ലവമൊക്കെ ഉണ്ടായിരിക്കുന്നത്. എനിക്കിതാരും പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. നമ്മളെ പുസ്തകം നമുക്ക്, കാരണം എന്താ വെച്ചാല് ഇവിടുത്തെ ഗവൺമെന്റും അങ്ങനത്തെ സംവിധാനങ്ങളിലൊന്നും ഈ ചരിത്രം തന്നെ പഠിപ്പിക്കപ്പെടുന്നില്ല. ഇത് നമ്മളെ ടെക്സ്റ്റുകളിൽ പോലും ഇത് വരുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. ഈവൻ നമ്മളുടെ മദ്രസകളിലൊക്കെ പഠിക്കുന്ന ടെക്സ്റ്റുകളിൽ പോലും ഇത്തരത്തിലുള്ള ഇസ്ലാമിക ചരിത്രങ്ങളും ആവേശം ഉൾക്കൊള്ളുന്ന സാമ്രാജ്യത്വ വിരുദ്ധതയും അതുപോലെ തന്നെ ദേശസ്നേഹവും സ്വാതന്ത്ര്യ വികാരമൊക്കെ ഉൾക്കൊള്ളുന്ന ഇത്തരം കഥകൾക്ക് നമ്മൾ പോലും മുൻഗണന കൊടുക്കുന്നില്ല എന്നുള്ളതിലാണ് ഏറ്റവും സങ്കടകരം. അപ്പൊ അത് എത്രത്തോളം, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല കാഴ്ചപ്പാടുണ്ടോ? അതിന് വേറെ എന്തെങ്കിലുമൊക്കെ സാധ്യതയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതാണ് പറയാൻ. നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് ഈ ആവശ്യത്തിൽ എനിക്കുമുള്ളത്. ഇപ്പൊ തെക്കൻ കേരളക്കാരനായ ഞാൻ, കായംകുളം ആലപ്പുഴയിലുള്ള കായംകുളക്കാരനായ ഞാൻ പോലും നമ്മൾ പഠിക്കുന്ന മദ്രസ കാലഘട്ടത്തിലൊന്നും ഈ പറയുന്ന വികാരങ്ങളും നമുക്കൊന്നുമില്ല. അത് മലബാറിൽ പോലും ഇല്ല. നമ്മൾ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് മുതിർന്ന ക്ലാസ്സുകളിലാണ്. ഈ ഒരു ഓർമ്മ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. അതായത് പോരാട്ടത്തിന്റെ ഓർമ്മ മാത്രമല്ല, ഒരു സഹവർത്തിത്വത്തിന്റെ ഓർമ്മയും കൂടി ഉണ്ടല്ലോ. സഹവർത്തിത്വത്തിന്റെ ഒരു ഓർമ്മയുണ്ട്. ആ ആന്റി ബ്രിട്ടീഷ്, അതായത് തിന്മയെ സഹിക്കുകയില്ല എന്ന് പറയുന്ന, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മലബാർ ഈ സമരത്തിന്റെ, ഈ പോരാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് തിന്മയോട് ഒരു രഞ്ജിപ്പുമില്ല എന്നുള്ളത്. അത് ചെറുപ്പകാലം മുതലേ നല്ലൊരു ഉദാഹരണമായി പഠിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഇതായി നിങ്ങൾ പോലെ തന്നെയാണ് അഭിപ്രായം തന്നെയാണ് എനിക്കും ഈ വിഷയത്തിലുള്ളത്. ഞങ്ങളുടെ ഭാഗത്തും ഇത് കണ്ടിട്ടില്ല. ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ ചോദിക്കുന്നത്, നമ്മളെ മലയാള രാജ്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഷഹീദിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ നമ്മുടെ നാട്ടിലെ, അതിനെക്കുറിച്ച് അതിന്റെ സവിശേഷതകൾ, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഏതെങ്കിലും രേഖകളോ പുസ്തകങ്ങളോ എന്തെങ്കിലും ഇപ്പൊ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടന്നിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? ഞങ്ങളെ പ്രസംഗത്തിൽ പറഞ്ഞപ്പോ കോട്ടക്കുന്ന് വെച്ചിട്ട് അതിന്റെ രേഖകളൊക്കെ നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ അതിന്റെ പഠനങ്ങളും നടന്നിട്ടുണ്ടോ ഈ മലയാള രാജ്യത്തെ കുറിച്ച്? വിവിധ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാമർശങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഈ മലബാർ സമരവുമായി ബന്ധപ്പെട്ട മലയാളത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ പോലും KK കുറുപ്പിന്റെയും പണിക്കറിന്റെയും അതുപോലെ തന്നെ കേശവമേനോന്റെയും പിന്നെ മാധവൻ നായരുടെ കൃതിയിൽ പോലും ചില തെറ്റായ രീതിയിലാണെങ്കിൽ പോലും അതിൽ ചില പരാമർശങ്ങളുണ്ട്. റൊണാൾഡ് മില്ലറിന്റെ രചനകളിൽ ആ പരാമർശമുണ്ട്. ഹിച്ച്കോക്കിന്റെ
ആ അനുസ്മരണത്തിൽ ആ പരാമർശമുണ്ട്. ഖിലാഫത്ത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട വിവിധ സ്റ്റഡീസ് ഇംഗ്ലീഷിലും വന്നിട്ടുണ്ട്. നഈം ഖുറൈഷിയുടെ വർക്കുണ്ട്, അതിലും ഈ ഖിലാഫത്ത് മൂവ്മെന്റിന്റെമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ രേഖകൾ എന്ന് പറയുന്നത്, നശിക്കപ്പെട്ട രേഖകൾ എന്ന് പറയുന്നത് അതിന്റെ ഡീലിങ്ങിന് എങ്ങനെയായിരുന്നു, അതിന്റെ ഡോക്യുമെന്റ് അതാണ് നശിപ്പിക്കപ്പെട്ടത്. ബാക്കിയുള്ളത് എല്ലാവർക്കും അറിയുന്നത് പോലെയാണ്. കാരണം ബ്രിട്ടീഷുകൾ അറിയുന്നുണ്ടല്ലോ, അവർക്ക് അവരുടേതായ ഏജന്റുകൾ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളാവട്ടെ ഹിന്ദുക്കളാവട്ടെ പലരും സ്പൈസ് ചാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് രീതികൾ എങ്ങനെയാണെന്ന് അറിയാം. പക്ഷേ ബ്രിട്ടീഷുകാർ പിന്നെ പിടിച്ചടക്കുന്നത് അവരുടെ കയ്യിലുണ്ടാകുന്ന ഡോക്യുമെന്റ്സ് ആണ്. അവരെങ്ങനെയാണ് ഭരണ സംവിധാനം നീക്കിയത്, അതിന്റെ ഇടപാടുകൾ, അതിന്റെ കണക്കുകൾ, അതിന്റെ ചാർട്ടുകൾ, ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ആണ് ബ്രിട്ടീഷുകാർ നശിപ്പിച്ചത്. പക്ഷേ ഭരണ സംവിധാനത്തെ കുറിച്ച് അതെല്ലാവരും അറിഞ്ഞിരുന്നു അക്കാലം. അത് പോപ്പുലറായ വർത്തമാനമായിരുന്നു. അതെങ്ങനെയാണ് അവർ ഡീൽ ചെയ്തത്, ഉള്ളിലുള്ള കാര്യങ്ങളാണ് അവർ നശിപ്പിച്ചു കളഞ്ഞത്. അങ്ങനെയുള്ള രേഖകളാണ് ബ്രിട്ടീഷുകാർ ഇല്ലാതാക്കി കളഞ്ഞത്. എന്റെ പേര് യാസിറാണ്. ഈ വിഷയം ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. പ്രത്യേക കാരണം പറയാന്, ഞാൻ അന്തമാനത്തെ നാട്. അപ്പോ 921 പറഞ്ഞാല് നമ്മൾക്ക് ഒരു ഭയങ്കര സംഭവമാണ്. വല്യപ്പന്റെ ഉപ്പന്റെ കാലത്ത് അങ്ങനെ നാട് എടുത്തിയവരെ പെട്ടവരാണ് നമ്മള്. അപ്പോ ഞാൻ സത്യം പറഞ്ഞാല് വാരിക്കുന്ന് പറഞ്ഞ ആളെ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആലി മുസ്ലിയാറിനെ കുറിച്ച് കുറെ കഥകൾ അവിടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ഭുതം തന്നെയാണ് എപ്പോഴും ഈ വാരിക്കുന്നിനെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അന്ന് ശിക്ഷ അനുഭവിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്ന അന്തമാനിക്കും അതേപോലെ കപ്പൽ കയറ്റിയിട്ട് ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ വരെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ കൊണ്ടുപോയിട്ട് ഇപ്പോ ബാക്കിയുള്ളവർ പറയുന്ന അന്തമാനിൽ ഇപ്പോഴും ഒരു വലിയൊരു സമൂഹമുണ്ട്, മാപ്പിളക്കാർ പറഞ്ഞിട്ട് അവിടെ ഉണ്ട്, ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അപ്പോ അവിടെയും കൂടിയും അവിടുത്തെ ജയിലിലും കൂടിയും നമ്മളെ പേരുകളില്ല, ഈ പ്രിസണേഴ്സ് ആയിട്ട് കൊണ്ടുവരും, പീനൽ സെറ്റിൽമെന്റ്. അപ്പോ അതിന് വേണ്ടിയിട്ട് കുറെ പഠനങ്ങളൊക്കെ നമ്മളവിടെ നിന്ന് ഒരു 2-3 പേര് പോയി ഏതോ ഹിസ്റ്റോറിയൻ പഠിച്ചിരുന്നു, എനിക്ക് പേര് കിട്ടില്ല, ഒരു നോൺ മുസ്ലിം ഹിസ്റ്റോറിയൻ ആയിരുന്നു. മൂപ്പർ പറഞ്ഞ ഇതിന്റെ ഈ രേഖകളുണ്ട്, പക്ഷെ ഈ രേഖകൾ ചോദിച്ച് ഇതുവരെ ആരും വന്നിട്ടില്ല അറിഞ്ഞിരുന്നു ഏത് അന്തമാനെ. മൂപ്പർ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ഒരു സംഭവമൊക്കെ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ ഈ പഠനം എനിക്ക് തോന്നുന്നത് 921 ഒതുങ്ങാതെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. കുറെ പഠിക്കാനുണ്ട് അത് കാര്യങ്ങൾ. അതിലിപ്പോ ലാസ്റ്റ് ആയിട്ട് എന്റെ ഓർമ്മ 2005 or 2006 നമ്മളെ അൽജാമിന് വന്ന ആരറിയില്ല, മൂപ്പർ PhD സബ്ജക്റ്റിന് വന്നിരുന്നു. കൾച്ചറൽ ചേഞ്ച് എന്തായിട്ടുണ്ട്, മാപ്പിളക്കാര് കേരളത്തിന് അന്തമാനിക്ക് വന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരു PhD ചെയ്തിട്ടുണ്ട്. ആരെനിക്ക് പേര് കിട്ടുന്നില്ല, ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോ നമ്മൾക്ക് ഇനിയും ഈ ഒരു ഇൻഡിവിജ്വലിൽ ഒതുങ്ങാതെ 921 ഇനിയും ഡീപ്പായിട്ട് പഠിക്കണം. അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട്. അതില് നിങ്ങൾ പറഞ്ഞ കമന്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതില് സ്വാഭാവികമായി ഇങ്ങനെയുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. ഈ അടുത്താണല്ലോ മറ്റേ മാധ്യമം ജേർണലിസ്റ്റ് എഡിറ്റർ സമീർ ഇല്ലിക്കൽ 1929 ഒക്ടോബറിൽ നടന്ന ആ ഒരു ഖബറുകളെ കുറിച്ചുള്ള പഠനം ഈ അടുത്താണ് ഉണ്ടായത്. അതുപോലെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളെയും ഒരുപാട് ഓർമ്മകളും ഇനിയും പഠിക്കപ്പെടാനുണ്ട്. ഇപ്പൊ കേരളത്തിന് പുറത്തുള്ള മറ്റൊരു നിർദ്ദേശമാണ്, അങ്ങനൊരു മറ്റൊരു ചർച്ചയാണ് ഞാൻ കേട്ടത്, എവിടെയോ വായിച്ചത്, അതിന്റെ തെളിവുകൾ ഇതില്ല. വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കും ഖിലാഫത്തുമായി ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നും അവരുമായി ചില കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അന്വേഷിച്ചപ്പോൾ ആവശ്യമായ തെളിവുകൾ കിട്ടിയിട്ടില്ല. പക്ഷെ ആ ഒരു കേട്ടിട്ടുണ്ട്, അങ്ങനെ ശ്രുതി പോലും ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹത്തിന്റെ പടയാളികൾ തുർക്കി തൊപ്പി ധരിക്കുക, ആ യൂണിഫോം ധരിക്കുക, അതുപോലെ ഖിലാഫത്തിന്റെ അതേ അടയാളങ്ങൾ സ്വീകരിക്കുക. അപ്പൊ ഈ ഒരു ബന്ധം വെറും ഒരു ബന്ധമായിരുന്നില്ല, നല്ലൊരു ഇടപാടിന്റെയും കൂടി സാധ്യത ഉണ്ട് എന്ന് പറയുന്ന പഠനങ്ങളുമുണ്ട്. ഇങ്ങനെ അത് മാത്രമല്ല, വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിനെ, ലെനിനെ പോലുള്ള റഷ്യൻ വിപ്ലവം നടന്നതിന് ശേഷം അവർ പോലും സ്മരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പരിവേഷം ഉയർന്നിരുന്നല്ലോ പിന്നീട്. ആ ഒരു തരത്തിലുള്ള ലോക സ്വീകാര്യത പോലും ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഇനിയും പഠിക്കപ്പെടാനുണ്ട്. പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ നിലവില് പിന്നെ ഈ ഒരു വിഷയത്തില് ഇപ്പൊ ഒരു സിനിമ വന്നപ്പോഴാണ് ഇത് കൂടുതൽ ചർച്ചയായത്. അതുപോലെ എന്തെങ്കിലും ആധിക, അതായത് ഹിസ്റ്റോറിക്കൽ ഡിപ്പാർട്ട്മെന്റ് തലങ്ങളില്
എന്തെങ്കിലും പുതിയതായിട്ട് ആരെങ്കിലും ഗവേഷണങ്ങളിൽ ഉള്ളതായിട്ട് അറിയോ? അല്ലെങ്കിൽ അത് പിന്നെ കേവലം ഒരു ഡോക്ടറേറ്റ് കിട്ടാനോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? അതിനെ കുറിച്ച് അറിയോ? അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു യഥാർത്ഥ വശമൊക്കെ റെഫർ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഇതിന് കുറച്ചും കൂടെ കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പുസ്തകങ്ങൾ റെഫർ ചെയ്യാൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണമെങ്കിൽ നല്ലതായിരുന്നു. പുസ്തകങ്ങൾ ഒരുപാടുണ്ട് റെഫർ ചെയ്യാൻ പറ്റിയ വിഷയത്തിൽ. പക്ഷെ അതിനേക്കാളും നല്ലത് എനിക്ക് എപ്പോഴും പറയാനുള്ള പുസ്തകങ്ങളെക്കാളും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പുസ്തകങ്ങൾ പലപ്പോഴും സെക്കൻഡ് ഹാൻഡ് ഡാറ്റകളാണ്. അവിടുന്ന് കിട്ടിയതിന്റെ കോപ്പി എടുത്ത് ഇങ്ങോട്ട് വെക്കുന്നതാണ് നല്ല ശതമാനം ആൾക്കാരും. അല്ലെങ്കിൽ അന്നത്തുള്ള അനുഭവങ്ങൾ, ഇപ്പോ കേശവൻ പോലുള്ള ആൾക്കാര്, നാരായണൻ NP നാരായണൻ മേനോൻ പോലുള്ള, അല്ലെങ്കിൽ മാധവൻ നായരുടെ സ്റ്റഡികൾ പോലും അതിനുശേഷം ആ റൊണാൾഡ് മില്ലറിന്റെയും ഹിച്ച്കോക്കിന്റെയും രചനകൾ, അതുപോലെ ഈ മൊയ്ദ് മൗലവിയുടെയും K മൗലവിനെ പോലുള്ള ആൾക്കാരുടെ അനുസ്മരണങ്ങൾ, അതിന്റെ കൂടെ ഇന്നും മലബാർ ഭാഗത്ത് ജീവിച്ചിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ ശക്തമായ ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ ഓർമ്മകളുള്ള വയസ്സരായ ഒരുപാട് മനുഷ്യന്മാർ ജീവിച്ചിരിപ്പുണ്ട്. അവരുമായി നേരിട്ട് ഇടപെടുന്നത് നല്ലതായിരിക്കും. അതിന്റെ കൂടെ ഒരു പക്ഷേ എന്റെ ധാരണ ശരിയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആധികാരികമായി ഏറ്റവും കൂടുതൽ നന്നായി പറയാൻ പറ്റുന്നത് യൂസുഫ് പാണ്ടിക്കാട് എന്ന് പറയുന്ന ഹിസ്റ്റോറിയനെയാണ്. അദ്ദേഹം കേരളീയ മുസ്ലിം ചരിത്രത്തിൽ, പ്രത്യേകിച്ച് മലബാർ ചരിത്രത്തിൽ ഒരുപാട് പുതിയ വിവരങ്ങൾ നമുക്ക് തരാൻ കഴിയുന്ന, ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തെ ബന്ധപ്പെടുന്നതാണെങ്കിൽ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാം. അദ്ദേഹത്തിന് ഒരുപാട് പരിപാടികളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. പല ഈ ഇന്ത്യൻ കേരളീയ മുസ്ലിം ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട നല്ല ശതമാനം പ്രൊജക്റ്റിൽ അദ്ദേഹത്തിന്റെ കൈയുണ്ട്, പങ്കുണ്ട്. അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഈ ഒരുപാട് അനുഭവങ്ങൾ, പഠനങ്ങൾ നമുക്ക് കിട്ടും. കാരണം അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ പാണ്ടിക്കാടാണ്. കുടുംബത്തിന്റെ ഒരുപാട് ഓർമ്മകൾ മാളു ഹജിമയുമായി ബന്ധപ്പെട്ടും വാരൻകുന്നത്ത് കുഞ്ഞമ്മദുമായി ബന്ധപ്പെട്ടും പാണ്ടിക്കാടും ചുറ്റുപാട് നടന്ന ഈ ഗറില്ല വാറുകളെ കുറിച്ചുമുള്ള ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബം വഴിയും അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങൾ വഴിയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഒരുപാട് ഏറ്റവും നല്ല സോഴ്സ് ആണ് എനിക്ക് അദ്ദേഹത്തെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിഫർ ചെയ്യുക. ആരോ ഒരാൾ പറഞ്ഞു ഇടയിൽ കയറി, സോറി. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. കാരണം അപ്പൊ ഇപ്പോ സാറ് പറഞ്ഞല്ലോ, അതായത് നമുക്ക് കുറച്ച് മീൻസ് പഴയ ആൾക്കാര്, അപ്പൊ അവരൊരു വീഡിയോ ഡോക്യുമെന്ററി പോലത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ആധികാരികമായിരിക്കില്ലേ? അപ്പൊ അങ്ങനത്തെ വല്ല ശ്രമങ്ങളും നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്, ഒരുപാട് ഭാഗങ്ങളായി നടക്കുന്നുണ്ട്. നിങ്ങള് ഈ വിഷയവുമായി ബന്ധപ്പെട്ട മീഡിയ വണ്ണിന്റെ ആ ഒരു സംഭവം 1921 ഒക്ടോബർ 25 ആ ബ്രിട്ടീഷുകാർ വന്നിട്ട് ചില പ്രദേശങ്ങൾ അറ്റാക്ക് ചെയ്യുകയും അതിനൊരു ഡോക്യുമെന്ററി ആയിട്ട് മീഡിയ വൺ അത് ചിത്രീകരിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെയും ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് എന്നാണ് എന്റെ അറിവ്. പക്ഷെ അത് കൂടുതൽ ഊർജിതമാക്കേണ്ടത് അനിവാര്യമാണ് ആ ഒരു വിഷയം. ഈ തുവ്വൂര് കിണറിനെ കുറിച്ചിട്ടേ നമ്മുടെ നാട്ടിലൊക്കെ, ഞാനും കൈവാരം ഉണ്ടെന്ന് തന്നെയാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ ആളുകൾ ഇങ്ങനെ അതിനെ കുറിച്ചിട്ട് ഭയങ്കര വികലമായ ചിത്രീകരണങ്ങളാണ് കുറെ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഹിന്ദുക്കളെ മാത്രം കൊല നടത്തി അതിന് നിറച്ച കിണറിനെ കുറിച്ചൊക്കെയാണ് അവര് പറയുന്നത്. അതിന്റെ ഫോട്ടോ ഒക്കെ വേറെ ഏതൊക്കെ ഫോട്ടോ പ്രചരിപ്പിച്ചുകൊണ്ടൊക്കെയാണ് നടത്തുന്നത്. അതൊക്കെ ആ സമയത്ത് അവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിനെ കുറിച്ച് ഇത് വന്നില്ല അല്ലേ? അതില് എന്തെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ? അത് സംഭവങ്ങളിൽ ഒരു സംഭവം മാത്രമാണ്. ആ സമയത്തുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളില് ഈ മുസ്ലിം വിരുദ്ധരായ, പ്രത്യേകിച്ച് ജന്മികളായ, അങ്ങനെയുള്ള ബ്രിട്ടീഷ് അനുഭാവികളായ ആൾക്കാരെ അങ്ങനെ വധിച്ചു എന്നത് ശരിയാണ്. പക്ഷെ ഈ പറയുന്ന ഈ വർണ്ണങ്ങൾ കൊടുത്ത് ഇങ്ങനെ പർവ്വതീകരിക്കുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായി ചരിത്ര സംഭവങ്ങൾ അതാണല്ലോ. ചെറിയ ഉദാഹരണത്തെ പർവ്വതീകരിച്ച് അത് വില്ലന്മാരാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് തുവ്വൂർ കിണർ. അത് ഈ പറയുന്ന രീതിയിലല്ല, അന്ന് ആ ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചത്. പക്ഷെ വേറൊരു സംഭവം കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തുവ്വൂർ കിണർ എന്നല്ലാതെ
ഈ പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചില ആൾക്കാർ മുതലെടുപ്പ് നടത്തിയിരുന്നു എന്നൊക്കെ പറയുന്ന കാരശ്ശേരിയുടെ ചില ഒരു നിരീക്ഷണമുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ്, മലബാർ സമരത്തെ അദ്ദേഹം കാണുന്നത് ആന്റി ബ്രിട്ടീഷ് ഭാഗത്തു നിന്ന് തുടങ്ങി ജന്മിവിരുദ്ധരായ ഒരു സമീപനമായി വന്ന് പിന്നീട് അത് പൊതു ഹിന്ദു വിരുദ്ധരായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായെന്ന് കാരശ്ശേരി ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ടോക്കിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ അതും ഉണ്ടാവാം. അതിന് ഇപ്പം അലിയാർ മുസ്ലിയാറിന്റെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നത്, ഈ സമദ് പൂക്കോട്ടൂർ അടക്കം, നേരത്തെ സമദ് പൂക്കോട്ടൂരിന്റെ അദ്ദേഹം ഒരു ടോക്കുണ്ട്, അദ്ദേഹം അതിൽ പറയുന്നത് ഒരുപക്ഷെ ഈ സാഹചര്യം മുതലെടുത്ത ആൾക്കാരുണ്ടാവാം, അങ്ങോട്ടും ഇങ്ങോട്ടും പതിച്ചു. അതുകൊണ്ടാണ് ആ കൊള്ളയടിക്കൽ നടക്കുന്നത്. നമ്പൂരി ബാങ്ക് കൊള്ളയടിക്കുമ്പോ അത് അറിഞ്ഞിട്ട്, അത് അദ്ദേഹത്തിന്റെ അനുമതി കൂടി ഇല്ലാതെ നടക്കുന്ന സംഭവമാണ്. കൊള്ളയടിക്കുന്ന നമ്പൂരി ബാങ്കിനെ അവരെ പിടിക്കുകയും തടവുള്ളിലാക്കുകയും എന്നിട്ട് ആ ബാങ്ക് പൈസ തിരിച്ചു കൊടുക്കുകയും നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഇതുപോലെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയില്ലാതെ അനുമതി ഇല്ലാതെ ഈ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ വൈരാഗ്യം തീർക്കുന്ന പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിന് തിരൂർ കിണറുമായി ചേർത്ത് വെക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് അതാണ്. മലബാർ സമരം എന്ന് പറയുന്നത് മുഴുവനും നമുക്ക് ഈ ഒരൊറ്റ ഇതിലേക്ക് ചേർത്ത് കെട്ടാൻ കഴിയില്ല. ഇങ്ങനെ അവിടെ ഇവിടെയും ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ പർവ്വതീകരിച്ച് അതിനൊരു ഈ പറയുന്ന ഒരു ഈവിളിന്റെ തിന്മയുടെ ഭാഗമായി ചിത്രീകരിച്ച് ഒരു ആന്റി ഹിന്ദുത്വ പ്രോപ്പഗണ്ട ഈ ഒരു പ്രൊജക്റ്റായി ചിത്രീകരിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇപ്പൊ ഈ മലബാർ കലാപത്തെ കുറിച്ച് ഒരു ഫിലിം ചെയ്യുന്നത് കൂടുതൽ സംഘപരിവാറിനൊരു പ്രചോദനം, അവരുടെ വർഗീയ അജണ്ടകൾക്ക് ഉത്തേജകം നൽകുന്നതാണ് എന്റെ സംശയം. അങ്ങനെ ആയിരിക്കൂലേ? ഇപ്പൊ മീഡിയയിൽ തന്നെ ഈ പ്രശ്നം വന്നതിന് ശേഷം ഒരുപാട് സംഘപരിവാർ അജണ്ടകൾ അവർ പ്രചരിപ്പിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഇപ്പൊ ഹിന്ദു സഹോദരങ്ങള് അതിലൂടെ ആയിരിക്കും അവർ മനസ്സിലാക്കല് ഒരുപാട് ഹിന്ദുക്കൾ ഇതിൽ ഇതാക്കി നിൽക്കുക. കാരണം മുമ്പ് ഒരു പടം വന്നിരുന്നു 1921 മമ്മൂട്ടിയുടെ ഒരു പടം. അതിലും ഒരു പക്ഷെ വളരെ ചെറിയ റോളാണ് ഈ വാര്യംകുന്നം മുഹമ്മദ് ഹാജിക്കുള്ളത്. വളരെ ചെറിയ റോളാണ് ആ പടം കണ്ട സ്ഥിതിക്ക്. അപ്പൊ അതിലും ഈ തുവ്വൂർ കിണറെ കുറിച്ചൊക്കെ ഉണ്ട്. അതിലെ ഒരുപാട് ഹിന്ദുക്കളെ ഈ മുസ്ലിങ്ങള് ദുരുപയോഗപ്പെടുത്തി അവരുടെ അധികാരം, അവരുടെ ഈ വാര്യംകുന്നത്തിന്റെ കീഴിലുള്ള ആൾക്കാർ തന്നെ ഒരുപാട് ഹിന്ദുക്കളെ കൊല ചെയ്തു എന്നാണ് ആ ഫിലിം തന്നെ വരുത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പടം വന്നാല് പൊതുവെ ഒരു ധാരണ, ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കുമെങ്കിലും ഹിന്ദു സഹോദരങ്ങളിൽ പൊതുവായ ഒരു തെറ്റായ ധാരണ പരക്കില്ല എന്നാണ് എന്റെ ഒരു സംശയം. അത് തിരിച്ചും പറയാമല്ലോ നമുക്ക്. ആ ധാരണയെ തിരുത്താനും ഇത് കഴിയും എന്ന് നമുക്ക് പറയാം. പലപ്പോഴും ഈ മരുന്നിട്ട് കൊടുക്കുക എന്ന് പറയുന്നതിനെ പേടിച്ച് നല്ലത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതും അതൊരു തരം ഒരു വഴങ്ങലാണ്, കീഴ്വഴങ്ങലാണ്, തോറ്റു കൊടുക്കലാണ്. സത്യത്തെ ഇതിന് ബദലായിട്ട് വേറൊരു പടം ഇപ്പൊ അലി അക്ബർ പ്രഖ്യാപിച്ചു ഇതിന് ബദലായിട്ട്. അങ്ങനെ വരുമ്പോ അത് അവരുടെ ഇടയിൽ വേറെ ചർച്ചയും നമ്മുടെ ഇടയിൽ വേറെ ചർച്ചയായിട്ടും ഒരു ധ്രുവീകരണമല്ലേ നടക്കുന്നത് അവിടെ. അതാണ് ഞാൻ പറഞ്ഞത്. അത് വരട്ടെ, അത് അയാൾ ചെയ്യുന്ന പോലെ ചെയ്യട്ടെ. പക്ഷെ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാവണമല്ലോ, അതിന്റെ ഒരു ക്രോഡീകരണം ഉണ്ടാവണം. ഈ ചരിത്രത്തെ നമ്മൾ ഇങ്ങനെ പറയുന്ന ഇങ്ങനെ ആ ഒരു സാഹചര്യത്തില് അത് ചിത്രീകരിക്കപ്പെടണം, അത് വരണം, ആ സത്യം എല്ലാരും അറിയണം. നമ്മൾ ഈ പറയുന്ന ഈ മരുന്നിട്ട് കൊടുക്കുക എന്ന് പറയുന്നതിന്റെ മറ്റൊരു ഫലവും കൂടി അതാണല്ലോ. സത്യം പുറത്തു വരണ്ടേ? എത്ര കാലം നമ്മളിങ്ങനെ കിതാബുകൾ വായിച്ചിരിക്കും? എത്ര കാലം നമ്മൾ ഈ ആർട്ടിക്കിൾ എഴുതിയും പ്രസംഗിച്ചും നടക്കും? ആ ഒരു വിഷയത്തെ വിഷ്വൽ മീഡിയയിൽ വരുന്നത് അറിയാവുന്ന സാഹചര്യം കൂടി ഉണ്ടല്ലോ. അതെ, 2 തരത്തിലുള്ള ബുക്സ് തന്നെ അവൈലബിൾ ആണ്. ഇപ്പം മോശമായിട്ട് എഴുതിയിട്ടുണ്ട് വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജിനെ, അതാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വേറെ കുറെ ബുക്സ് ആണ്. പിന്നെ ഞങ്ങളെ ഒരു വിശ്വാസം, അപ്പൊ ഈ ഭാവി കാലത്ത് ഇനി ഈ 2 പടങ്ങളായിരിക്കില്ലേ ഭാവിയിലുള്ളവർക്ക് ചെയ്യാൻ പോകുന്നത്. അവര് സംഘപരിവാർ അജണ്ട ഈ അലി അക്ബർ എടുക്കുന്ന പടത്തെ മുൻനിർത്തിയായിരിക്കും അവരുടെ പ്രചാരണം. ഞങ്ങളുടെ ഈ പടങ്ങളായിരിക്കും അല്ലെ. അപ്പൊ വീണ്ടും ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നാമത് കേരളത്തിന്റെ ചരിത്രം, വാര്യംകുന്നത്തിനെ കുറിച്ചുള്ള ചരിത്രത്തിന്റെ പ്രമുഖരായ ചരിത്രകാരന്മാരെല്ലാം വാര്യംകുന്നത്തിന് നമ്മൾ എന്താണോ കരുതുന്നത് അത് തന്നെയാണ് കഴുകി വെച്ചിരിക്കുന്നത്.
വളരെ അപൂർവം ചില ആൾക്കാർ മാത്രമേ വാരൻകുന്നത്തിനെ കുറിച്ച്, പ്രത്യേകിച്ച് ഇവരാണെങ്കിൽ പോലും, ബ്രിട്ടീഷുകാരായ എഴുത്തുകാരനാണെങ്കിൽ പോലും വാരൻകുന്നത്തിനെ മോശമായ രീതിയിൽ വല്ലാണ്ട് ചിത്രീകരിച്ചിട്ടില്ല. ആലി മുസ്ലിയാരിനെ വല്ലാണ്ട് ചിത്രീകരിച്ചിട്ടില്ല. അവരുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നന്നായി എടുത്തു പറയുന്നുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഭൂരിപക്ഷമുള്ള ചരിത്രകാരന്മാർ നന്നായി തന്നെയാണ് വാരൻകുന്നത്തിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ ചെറിയ ആൾക്കാർ മാത്രമേ വാരൻകുന്നത്തിന്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ശക്തരായ ആന്റി മുസ്ലിം നിലനിൽക്കുന്ന ഈ സവർണരായ ആൾക്കാരോ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈ പറയുന്ന ഓറിയന്റിസ്റ്റ് വ്യൂ പോയിന്റ് ശക്തമായി നിലനിർത്തുന്ന ബ്രിട്ടീഷുകാരായ എഴുത്തുകാർ മാത്രമേ അങ്ങനെ കാണിച്ചിട്ടുള്ളൂ. അല്ലാത്തതൊക്കെ നല്ലൊരു കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് വരേണ്ടത് തന്നെയാണ്. ആ ഒരു വീക്ഷണം, എന്റെ ഒരു വീക്ഷണം അതാണ്. പിന്നെ നമുക്ക് ഈ വിഷയം ഒരുപാട് ഡിബേറ്റ് ചെയ്യാം, വരണമോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ എന്റെ ഒരു വീക്ഷണം അത് വരേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം പ്രമുഖമായ ചരിത്രകാരന്മാരെല്ലാം വാരൻകുന്നത്തിനെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ്. അതുകൊണ്ട് ആ സത്യം പുറത്തു വരണം. അതെ.